മാതിരി അവസ്ഥ ദിവസമായിരുന്നു. അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു. 2-3 പേരൊക്കെ അവിടെ എനിക്ക് പോയി. വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഇന്ന് നമ്മൾ പുലർച്ചെ തന്നെ ഇറങ്ങിക്കാണ്. ഒരു 4:37 ടൈം. സോ 4:37 നമ്മൾ പുതുക്കാട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. നമ്മളൊരു കാലിക്കറ്റ് വ്ളോഗാണെന്ന് ചെയ്യാൻ പോകുന്നത്. കാലിക്കറ്റ് പോണതിന് വേറെ ഉദ്ദേശമുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. സോ മോർണിംഗ് ആണ്, വലിയ പവറും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പയ്യെ പോണ സമയത്ത് പവർ കൂട്ടി വരാം. സോ ഒന്നും വർക്കൗട്ട് വീഡിയോ ഒന്നുമല്ല, നമ്മുടെ നോർമൽ ഒരു വ്ളോഗാണ്. സോ എല്ലാവരും വീഡിയോ ആദ്യം കാണാവുന്ന പയ്യെ വീഡിയോ കൂടെ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കാലിക്കറ്റിലേക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഇന്ന് കാലിക്കറ്റിലേക്ക് പോവാണ്. എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ കാര്യത്തിനാണ് പോകുന്നത്. അപ്പോൾ ജോലി വരുന്ന സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഞാനൊക്കെ കുറവായിരിക്കും. അത് നമ്മൾ മാക്സിമം പറഞ്ഞാൽ ബിക്കോസ് നമ്മൾ 1K സബ്മിറ്റ് എടുത്ത് എത്താറായി. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് കണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. സോ നമുക്ക് പയ്യെ കാലിക്കറ്റ് എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ പോണ സീക്വൻസുകൾ ഇടാറുണ്ട്. വീഡിയോസ് ആഡ് ചെയ്യാം. മാക്സിമം കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. ടിക്കറ്റൊക്കെ എടുത്തു കഴിച്ചു. നമുക്കിനി നമ്മുടെ ട്രെയിൻ 6:20 സൂപ്പർ ഫാസ്റ്റാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി. നമുക്ക് 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് തരണത്. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് പോകല്ലേ, നേരം വൈകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രിഡ്ജ് കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കോഴിക്കോട് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഫിറ്റ്നസിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാറ്. സോ പിന്നെ അടിയത്തെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഉറങ്ങാണ്. കൊച്ചു ബഹളൊന്നും വെച്ചെടുക്കേണ്ട ആൾക്കാരാണ്, എണീപ്പിക്കണം. നമുക്ക് ഇനി പയ്യെ ട്രെയിനിലൊക്കെ കയറിയിട്ട് നോക്കാം. കുറേ പേര് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹിന്ദിക്ക് പയ്യെ രാവിലെ കിടന്ന് കാണുന്ന വെച്ചിട്ട്. ഓക്കെ, കാണിച്ചു തരാം പ്ലാറ്റ്ഫോം. ഒരു ട്രെയിനിൽ കൂടെ കൂട്ടാം. കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ജോലിക്ക് പോകുന്നത്. അല്ല, കുറേ നാൾക്കല്ല, 2-3 മാസത്തിന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അതുവരെ 1.5 വർഷം ഞാൻ കേരളമാണ് വർക്ക് ചെയ്യണത്. എന്താ ജോലി എന്നൊക്കെ നമുക്ക് പയ്യെ പറയാട്ടോ. നമുക്ക് ഡയറക്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിരിക്കും വീഡിയോയില്. പിന്നെ നമുക്ക് കോഴിക്കോട് നമുക്ക് മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ ഇന്ന് 1 ഡേ ആണെന്നുണ്ടെങ്കിൽ 1 ഡേയിൽ നമ്മൾ ഒതുക്കും. അല്ലെങ്കിൽ 2 ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോഴിക്കോടൊക്കെ അത്യാവശ്യമല്ല നമുക്ക് അറിയണ സ്ഥലങ്ങൾ ഇറങ്ങാൻ പോയി. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. പണ്ട് പോയിട്ടുള്ളതാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ പോയിട്ടുള്ളതാണ്. പിന്നെ ഇതും പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു പണി കിട്ടിയ സമയത്ത് പോയിങ്ങനെ ജോലിക്കായിട്ട് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്ന ടൈമിൽ അന്ന് പോയിട്ട് ശരിക്കും പണി കിട്ടി. ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, പയ്യെ ചെയ്യാം. നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. പിന്നെ മാക്സിമം കവറപ്പ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ നമ്മൾ പറ്റുന്ന അത്ര നമുക്ക് മാക്സിമം ചെയ്ത് നോക്കാം. ഒരു നമുക്ക് ആയിക്കഴിഞ്ഞാൽ MB കഴിയില്ല ഫോണുണ്ട്. സോ എത്ര നോക്കാം. ഒരു ഉറക്കക്ഷീണുണ്ട്. ഞാൻ എന്തായാലും ട്രെയിനിൽ കുറച്ച് ഉറങ്ങണം. സമാധാനമായിട്ട് ഉറങ്ങി പോകാമല്ലോ. ഒരു 6:20 ട്രെയിൻ വരാം. പക്ഷേ എവിടെ നിന്ന് ഉറങ്ങാം. അത് കഴിഞ്ഞാൽ അവിടെ ട്രെയിനിൽ നിന്ന് ഉറങ്ങാം. പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അതുപോലെ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണണം. രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. കഴിക്കാൻ കാരണം ലൈറ്റിട്ട് കഴിക്കണ്ടേ. അവിടെ ആകെ മര്യാദയ്ക്ക് നോക്കി മേടിക്കാൻ പറ്റുന്നത് ഇതാണ്. ഞാൻ എന്നത്ര നല്ലതൊന്നുമല്ല എനിക്ക് അറിയാം. അല്ലെങ്കിൽ വേറെ മേടിച്ചാണ് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് കാലിക്കട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് കഴിക്കാം. ഓക്കെ, തിന്നാം. ഇതും ഒരു കുപ്പി വെള്ളവും ഞാൻ മേടിച്ചിട്ടുണ്ട്. വെള്ളം എന്തായാലും മസ്റ്റാണ്. നമുക്ക് അവിടെ വരെ എത്തണ വെള്ളം കുടിക്കണ്ടേ. തൽക്കാലം അത് കഴിക്കാം. ഓക്കെ, ബിങ്കോ.
കോഴിക്കോടെത്തി നല്ല തിരക്ക്. മഴ കൂടുതൽ കഴിച്ചു. നമുക്ക് നെക്സ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ടൈം 1 മണിക്കൂർ കൂടി ഉണ്ട്. നമുക്ക് 1 മണിക്കൂർ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കിയാണ്. ഓക്കെ, നല്ല തിരക്കാണ് റോഡിലൊക്കെ. രാവിലെ ഒന്നും പറയാനും പറ്റില്ല, ഭയങ്കര തിരക്കല്ലേ. ഇപ്പം നമുക്ക് മോർണിംഗ് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അവിടേക്കല്ലേ. ഓക്കെ, തൈര് കൊണ്ട് രാവിലെ തിരക്ക് തീരെ കുറവാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്തോരം തിരക്കാ വരാൻ. കാണിച്ചാടാ കുറവാണ്, ഒരാളും ഇല്ല. ഇപ്പം ഈ കാണുന്ന കോഴിക്കോടായിരിക്കില്ല കേട്ടോ. ഇത് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര കടയും തുറന്നിട്ടില്ല, ഭയങ്കര ഒരാളും കടയും കാര്യങ്ങളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഭയങ്കര തിരക്കുറവാണ്, റോഡിലൊന്നും ആരുമില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ കാണാം തിരക്കതിൻ്റെ. പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട് എനിക്ക് അവിടേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ നടന്ന് പോകാൻ വിചാരിച്ചു. ടോട്ടൽ 24 മിനിറ്റുള്ള ഇവിടെ നിന്ന് അവിടേക്ക് നടന്നെത്താനായിട്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നടക്കാൻ വെച്ചു. ഫുഡ് കഴിച്ചതിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് നല്ല ഫുഡായിരുന്നു. പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു. 2-3 പേരൊക്കെ പറഞ്ഞ് എനിക്ക് പോയി ഫുഡ് കഴിക്കാണ്ട്. അവർ കുറേ നേരം ലാഗ് അടിപ്പിക്കുക ആൾക്കാരെ ഫുഡ് കഴിക്കാനായിട്ട് ലാഗ് അടിപ്പിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലുമ്പോക്കൊന്നുമില്ലാട്ടോ. അടുത്തു കൂടെയൊക്കെ വണ്ടി എടുത്ത് പോകണം. ഞാനിപ്പോൾ നടക്കുന്നത് ഫുട്പാത്തിലൂടെയാണ്, പക്ഷേ എൻ്റെ അടുത്തു കൂടെയൊക്കെയാണ് വണ്ടി പോകണത്. ഓക്കെ, കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. കാണാൻ ഇനി നമ്മൾ കാണാം, നല്ല തിരക്കായിരിക്കും. നമുക്കൊന്നും വഴി ഇവിടെ പോവാം. ഓക്കെ, പിന്നെ അവിടേക്ക് പോവാം. രാവിലെ കാരണം ഭയങ്കര സെയിൽസൊന്നും പറഞ്ഞു. ഫുള്ള് പച്ചക്കറി ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഇറക്കി വെച്ചേക്കാം. ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മെയിൻ സെയിൽസ് വരുന്നത് കൊപ്പക്കായും മറ്റേ നമ്മുടെ പറയുന്ന പത്തക്കല്ല നമ്മുടെ അവിടെ കുമ്മിട്ടിങ്ങായ തണ്ണിമൊത്തനാണ് ഏറ്റവും കൂടുതൽ സെയിൽ നോക്കുന്നത്. ഫുള്ള് നിറച്ച് പച്ചക്കറി ഇറക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതിന് തന്നെയായിട്ട് കട കണ്ട KT ഫ്രൂട്ട്സ് എന്ന്. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ അവിടെ തിരക്കുന്നേരം മാറ്റം. ഒമ്പത് 17 നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി എടുത്തു, ഉറപ്പായിട്ട് വണ്ടി എടുത്തു. ഫോണിലെ ചാർജ് കഴിയാറായി. ഒരു മാതിരി അവസ്ഥ ദിവസമായിരുന്നു. വേറെ ജോലിയുടെ കാര്യത്തിലൊന്നുമില്ല കേട്ടോ. നമ്മുടെ ട്രാവലിങ് തന്നെയാണ്. ട്രാവലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന 6-7 മണിക്കൂർ ട്രെയിനിൽ നിൽക്കുക ചെയ്ത് നിന്ന് ഊപ്പാടിളക്കിയിട്ടുണ്ട്. ഫുഡും പ്രോപ്പറായിട്ടില്ല. ഫുള്ള് നല്ല തിരക്കായിരുന്നു. ഇൻഡക്ഷനും വണ്ടി പോകണം. നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അവിടെ ഇൻഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എത്തി. അതായത് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനകത്തെ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. ഫുള്ള് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. സോ വീഡിയോ വേഗം വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക്
ചാർജ് ചെയ്യാറായി. എന്നിട്ട് വീട് എത്തണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം വീട്ടിൽ ചാർജ് വേണം. സോ ബൈ ഗൈസ്.